ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹസ്രാര. സഹസ്രാരയിലൂടെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒക്ടോബർ മന്തിലെ കരിയർ പ്രഡിക്ഷൻ ആണ്. എല്ലാ സോഡിയക് സൈൻസിൻ്റെയും കരിയർ പ്രഡിക്ഷൻസ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ സോഡിയക് സൈൻ ഏതാണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ടൈം സ്റ്റാമ്പ്സിൽ നിന്നും ലിങ്ക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ സോഡിയാക് സൈൻ ഏരീസ് സോഡിയാക് സൈനിൻ്റെ കരിയർ പ്രഡിക്ഷൻ നോക്കാം. ഒക്ടോബർ മന്തിലെ കരിയർ പ്രഡിക്ഷൻ. ഹലോ ഏരീസ് സോഡിയാക് സൈൻ, നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ഡെത്ത് കാർഡാണ്. നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ വന്നിരിക്കുന്ന കാർഡ്. ഓക്കെ, സോ ഡെത്ത് കാർഡ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങളുടെ കരിയറിൽ ഈ ഒരു ഒക്ടോബർ മന്തിൽ ഒരു എൻഡിങ് ഫേസ് കാണുന്നുണ്ട്. അതായത് ഒരു സൈക്കിളിൽ അവസാനിച്ച് മറ്റൊരു സൈക്കിൾ ആരംഭിക്കുന്ന, അതായത് ഒരു അവസാനവും ഒരു തുടക്കവും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, അതായത് ഇതുവരെ വന്നുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ അവസാനിക്കുകയാണ്. അതിനുശേഷം പുതിയൊരു ബിഗിനിങ്ങും കാണുന്നുണ്ട്. കാരണം ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു സൺ നിൽക്കുന്നുണ്ട്. സോ ഒരു ന്യൂ ബിഗിനിങ്ങും ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ കരിയറിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട്. ഡെത്ത് കാർഡ് കൊണ്ട് ആക്ച്വലി നിങ്ങളുടെ കരിയറിലും ഫൈനാൻസും എല്ലാം ഒരു ചേഞ്ചാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു സൈക്കിൾ എൻഡ് ചെയ്യുന്നതായിട്ട്, ഒരു അവസാനിക്കുന്നതായിട്ട്, മറ്റൊരു സൈക്കിൾ, ഒരു ബിഗിനിങ്ങിന് ഒരു തുടക്കവും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഏരീസ് സോഡിയാക് സൈനിന് ഈ ഒരു ഒക്ടോബർ മന്തിൽ കരിയറിൽ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തോ ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻസിൽ. അപ്പോൾ അത്രേ ഉള്ളൂ ഏരീസ് സോഡിയാക് സൈൻ നിങ്ങളുടെ ഒക്ടോബർ മന്തിലെ കരിയർ പ്രഡിക്ഷൻ. അടുത്ത സോഡിയാക് സൈനിൻ്റെ പ്രഡിക്ഷനിലേക്ക് പോകാം. അടുത്തതായിട്ട് ടോറസ് സോഡിയാക് സൈൻ. ഹലോ ടോറസ് സോഡിയാക് സൈൻ, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിലെ കരിയർ പ്രഡിക്ഷനിൽ വന്നിരിക്കുന്ന കാർഡ് 3 ഓഫ് വൺസ് ആണ്. സോ നിങ്ങളുടെ കരിയറിൽ കാര്യമായിട്ടുള്ള പ്രോഗ്രസ് കാണുന്നുണ്ട് ഈ ഒരു ഒക്ടോബർ മന്തിൽ. മാത്രമല്ല നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു ഹോപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ ഹോപ്പ്ലെസ് ആയിട്ട് പ്രോബ്ലംസും ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ ഇനി അതിൽ നിന്ന് മാറി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കരിയറിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലൊക്കെ ഒരു ഗ്രോത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലൊരു പ്രതീക്ഷ, ഹോപ്പ്, ഒരു ഫ്യൂച്ചർ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കരിയറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാനിങ്ങും പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം നടത്തി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാർഡ് കൊണ്ട് എനിക്ക് ആക്ച്വലി ഒരു വെയിറ്റിംഗ് എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കരിയറിലെ എന്തോ ഒരു, അല്ലെങ്കിൽ നിങ്ങളുടെ മണി, ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ ഒരു സിറ്റുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി എനിക്ക് മെയിനായിട്ട് ഈ ഒരു ഒക്ടോബർ മന്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി. ചിലരൊക്കെ അവരുടെ കരിയറിൽ ഗ്രോ ചെയ്യുന്നതായിട്ടും ഉണ്ട്. ഓക്കെ, അതായത് നല്ല രീതിയിൽ പുരോഗതി, പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താ പറയുക, പുതിയ ജോബ് കിട്ടാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രോത്ത് നിങ്ങളുടെ കരിയറിൽ ഈ ഒരു ഒക്ടോബർ മന്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് മെയിനായിട്ട്. അപ്പോൾ ടോറസ് സോഡിയാക് സൈൻ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ടൈം പീരീഡിലൂടെയാണ് നിങ്ങൾ ഒക്ടോബർ മന്തിൽ പോകാൻ പോകുന്നത്. സോ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു, റിസണേറ്റ് ആകുമെന്നും കരുതുന്നു. അടുത്ത ഒരു പ്രഡിക്ഷനിലേക്ക് പോകാം. ജെമിനി സോഡിയാക് സൈൻ. ഹലോ ജെമിനി സോഡിയാക് സൈൻ, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ കരിയറിൽ വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് വൺസ് ആണ്. സത്യം പറഞ്ഞാൽ കരിയറിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ 6 ഓഫ് വൺസ് വരിക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്. ഇറ്റ്സ് എ വെരി ഗുഡ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വലിയ സക്സസ്, വലിയ നേട്ടങ്ങൾ വരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പീരീഡ് ഉണ്ടാവില്ല. വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ കരിയറിൽ.
എല്ലാ തരത്തിലും എല്ലാ എല്ലാ സൈഡിൽ നിന്നും നിങ്ങൾക്ക് അംഗീകാരങ്ങളും എന്താ പറയുക, എല്ലാവരുടെ സൈഡിൽ നിന്ന് അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഫുൾ ഓഫ് റിക്കഗ്നീഷൻ. നിങ്ങൾ വിജയശ്രീലാളിതനായിട്ട് എല്ലാവരും നിങ്ങളെ അനുമോദിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ കരിയറിൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജെമിനി സോഡിയക് സൈൻ. അപ്പോൾ 6 ഓഫ് വൺസ്, പലരും എക്സാംസ് വിൻ ചെയ്യുന്നു, പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നു. അങ്ങനെ ഒരു സക്സസ് എനിക്ക് ഈ ഒരു കരിയറിൽ നിങ്ങൾക്ക് ഈ ഒരു മന്തിൽ വരുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നേട്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പലർക്കും എക്സാംസിൽ വിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പുതിയ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ട്, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ നിങ്ങൾക്കെല്ലാം ഗ്രോത്ത്, ഫുൾ സക്സസ്, അങ്ങനെയുള്ള ഒരു പീരീഡിലൂടെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒക്ടോബർ മന്തിൽ കടന്നു പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് ജെമിനി സോഡിയക് സൈൻ നിങ്ങൾക്ക് കരിയറിൽ വന്ന കാർഡ്. ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഫൈനാൻസ് കൊണ്ടുപോകുന്നതായിട്ടും കാണുന്നുണ്ട്. എല്ലാ തരത്തിലും 6 ഓഫ് വൺസ് എന്ന് പറയുന്ന വെരി പോസിറ്റീവ് സക്സസ്ഫുൾ കാർഡാണ്. ഓക്കെ, നിങ്ങളുടെ കരിയറിലെ ആണെങ്കിലും ഫൈനാൻഷ്യൽ കാര്യങ്ങളിലാണെങ്കിലും 6 ഓഫ് വൺസ് ആക്ച്വലി നിങ്ങൾ വിക്ടോറിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. വിജയശ്രീലാളിതനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ആക്ച്വലി ഈ ഒരു കാർഡിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്ത റീഡിങ്ങിലേക്ക് പോകാം. ക്യാൻസർ സോഡിയക് സൈൻ്റെ പ്രഡിക്ഷൻ ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഹലോ ക്യാൻസർ സോഡിയക് സൈൻ, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ കരിയറിൽ വന്നിരിക്കുന്ന കാർഡ് 7 ഓഫ് വൺസ് ആണ്. ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ പോകേണ്ട സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ട ഒരു സിറ്റുവേഷൻ വരും, ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു എനർജി കാണുന്നുണ്ട്. അത് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താകാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്താകാം, അല്ലെങ്കിൽ നിങ്ങൾ കരിയറിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ചില ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഫൈനാൻഷ്യൽ പറയുകയാണെങ്കിലും നിങ്ങൾ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പീരീഡിലൂടെ ആയിരിക്കും ഒക്ടോബർ മന്തിൽ നിങ്ങൾ പോകുന്നത്. എനിക്ക് ഈ ഒരു കാർഡിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ചില സിറ്റുവേഷൻസ് അതിപ്പോൾ പ്രോബ്ലംസ് വരാതെ, നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾക്കത് ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യം വരും. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് കണക്കിലെടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അതായത് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാതെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നിങ്ങളുടെ ഡിസിഷനാണ് നിങ്ങൾക്ക് പ്രാധാന്യം. എന്താ പറയുക, നിങ്ങൾ നിങ്ങളുടെ ഗ്രൗണ്ടിങ്ങിൽ ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുന്ന അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. എല്ലാവരിൽ നിന്നും ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു, മറ്റുള്ളവരുടെ താല്പര്യങ്ങളെയും ഡിഫെൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം അത് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് എനിക്ക് മെയിനായിട്ട് ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ കരിയറിലാണെങ്കിലും ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലാണെങ്കിലും നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടവുമായിട്ട് മുന്നോട്ട് പോകുന്നു, മറ്റുള്ളവർ പറയുന്നത് കാര്യമാക്കുന്നില്ല. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു 7 ഓഫ് വൺസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ക്യാൻസർ സോഡിയക് സൈൻ നിങ്ങളുടെ ഒക്ടോബർ മന്തിലെ കരിയർ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത റീഡിങ്ങിലേക്ക് പോകാം. ലിയോ സോഡിയക് സൈനിൻ്റെ പ്രഡിക്ഷൻ. ഹായ് ലിയോ സോഡിയക് സൈൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പ്രഡിക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് സ്വാർഡ് ആണ്. 4 ഓഫ് സ്വാർഡ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഒക്ടോബർ മന്തിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങളുടെ കരിയറിൽ ആക്ച്വലി ഒരു ലേസി, ഒരു എന്താ പറയുക, സ്ലീപ്പി മോഡാണ്. ആക്ച്വലി പലരും ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടാകാം, അല്ലെങ്കിൽ പലർക്കും ജോലിക്ക് അല്ലെങ്കിൽ പഠിക്കാൻ അങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകാം. ചില ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകാം. ചിലർ മടി പിടിച്ചിരിക്കുന്നു, ചിലർക്കാണെങ്കിൽ ജോലി സ്ഥലത്ത് ചില പ്രോബ്ലംസ് കാരണം ജോലിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നു. എന്താ പറയുക, ഒരു ബ്രേക്ക് എടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് ജോലിയിൽ നിന്നും, അല്ലെങ്കിൽ കരിയറിൽ എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ പഠിക്കുന്നിടത്താണെങ്കിലും
ജോലി ചെയ്യുന്നിടത്താണെങ്കിലും നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കേണ്ട സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ലിയോ സോഡിയാക് സൈൻ. ഓക്കെ. സോ കരിയറിനെ പറ്റി ഓവർ തിങ്ക് ചെയ്യുന്നു, ഓവർ അനലൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിനെപ്പറ്റി തന്നെ ഫുൾ ടൈം ആലോചിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടോ അങ്ങനെയൊന്നും കാണുന്നില്ല. ഒരു റെസ്റ്റിംഗ് മോഡാണ് ആക്ച്വലി എനിക്ക് ഈ ഒരു കാർഡിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ചൊരു റെസ്റ്റിംഗ് ഫേസിലൂടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ. കരിയറിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ഒക്ടോബർ മന്തിൽ. ഓക്കെ. സോ അടുത്ത റീഡിങ്ങിലേക്ക് പോകാം. ഹലോ വെർഗോ സോഡിയാക് സൈൻ. നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ കരിയറിൽ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഡെവിൾ കാർഡാണ്. ഡെവിൾ കാർഡ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നതാണെങ്കിലും ശരി, പഠിക്കുന്നിടം ആണെങ്കിലും എക്സാം ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് അത് ഫോക്കസിൻ്റെ ഒരു കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഹാർഡ് വർക്ക് നടക്കുന്നില്ല, ആകെ ഒരു ഫോക്കസ് ഇല്ലാതെ ഡിറ്റാച്ച്ഡ് ആയി പോകുന്ന ഒരവസ്ഥ. ഓക്കെ. നിങ്ങൾ മറ്റു ചില കാര്യങ്ങളിലായിരിക്കും നിങ്ങളുടെ അട്രാക്റ്റഡ് ആയിട്ട് മറ്റുള്ള അനാവശ്യമായിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ വല്ലാതെ അട്രാക്റ്റഡ് ആയിട്ട് ഒരു ഓവർ സ്പെൻഡ് ചെയ്ത് മണിയൊക്കെ ഒരുപാട് സ്പെൻഡ് ചെയ്ത് ഒരു വേസ്റ്റ് ഓഫ് ടൈം അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ ആയിരിക്കും പോകുന്നത്. ഒരിക്കലും നിങ്ങളുടെ വർക്കിലായിരിക്കില്ല നിങ്ങളുടെ ഫോക്കസ് അധികവും. ഓക്കെ. ഇപ്പോൾ കരിയർ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസും ഡിസ്ട്രാക്റ്റഡ് ആണ്. ഓക്കെ. ഡെവിൾ കാർഡ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ഷൻ ആണ് ആക്ച്വലി കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് ഔട്ട് ഓഫ് യുവർ കരിയർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ ആയിരിക്കും പോകുന്നത്. ലോ വൈബ്രേഷൻ, പഠിക്കാനാണെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിലും ഒരു എനർജിയുടെ കുറവ്, ഒരു എന്താ പറയുക താല്പര്യക്കുറവ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും. ഫൈനാൻസ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ചിലവുകൾ, പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസ്, അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ അഡിക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഒക്ടോബർ മന്ത്. ആക്ച്വലി ഒരു ഡെവിൾ എനർജി എന്ന് പറയുന്നത് അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ല. അതൊരു നമ്മുടെ കാര്യക്ഷമതയെ കുറയ്ക്കും, നമ്മുടെ വർക്കിംഗ് എനർജി ലോ വൈബിലേക്ക് കൊണ്ടുവരും, ഒരു നെഗറ്റീവ് എനർജിയാണ്. സോ വെർഗോ സോഡിയാക് സൈൻ, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ ഇങ്ങനെ ചില ഡിസ്ട്രാക്ഷൻസ് വന്നു ചേരാനുള്ള ചാൻസസ് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ കരിയർ ലൈഫിൽ. അടുത്ത റീഡിംഗ് എന്ന് പറയുന്നത് ലിബ്ര സോഡിയാക് സൈനിൻ്റെതാണ്. ഹലോ ലിബ്ര സോഡിയാക് സൈൻ, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ കരിയറിൽ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വൺസ് ആണ്. വെരി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് ക്യൂൻ ഓഫ് വൺസ് എന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പീരീഡാണ് ആക്ച്വലി ക്യൂൻ ഓഫ് വൺസ് ആക്ച്വലി 6 ഓഫ് വൺസിന് സമം തന്നെയാണ്. അതായത് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട്, വളരെ ആക്റ്റീവായിട്ട്, എനർജറ്റിക് ആയിട്ട്, എനർജിയാണ് ആക്ച്വലി ഇവിടെ കാണുന്നത്. നിങ്ങളുടെ എനർജി, ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ആക്റ്റീവ്നെസ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ കഴിവുകൾ മൊത്തം പുറത്തു വരുന്ന ഒരു പീരീഡായിരിക്കും. നിങ്ങളുടെ ടാലൻറ്റ്, ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം പുറത്തേക്ക് വരികയും അത് മറ്റുള്ളവർ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പീരീഡായിരിക്കും ഈ ഒരു ഒക്ടോബർ മന്ത് നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്രയും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു പീരീഡായിരിക്കും ഈ ഒരു ഒക്ടോബർ മന്ത് എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, സോൾ പർപ്പസ് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഒരു തിളങ്ങുന്ന ഒരു മിന്നുന്ന ഒരു പീരീഡ് തന്നെ ആയിരിക്കും നിങ്ങളുടെ കരിയറിൽ ഈ ഒരു ഒക്ടോബർ മന്തിൽ. ഓക്കെ. സോ സച്ച് എ ബ്യൂട്ടിഫുൾ ആൻഡ് വെരി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരീഡാണ്. ക്രിയേറ്റിവിറ്റി അത് ഹൈ ലെവലിലായിരിക്കും ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ കരിയറിൽ. ഓക്കെ. നിങ്ങൾ ഫുള്ളി ആക്റ്റീവ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ ഇതാണ് ലിബ്ര സോഡിയാക് സൈനിൻ്റെ ഒക്ടോബർ മന്തിലെ കരിയർ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത റീഡിംഗ് എന്ന് പറയുന്നത് സ്കോർപിയോ സോഡിയാക് സൈനിൻ്റെ ഒക്ടോബർ മന്തിലെ കരിയർ പ്രഡിക്ഷൻ ആണ്. ഒക്ടോബർ മന്തിൽ ഹലോ സ്കോർപിയോ സോഡിയാക് സൈൻ. സ്കോർപിയോ, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ കരിയറിൽ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് സ്വാഡ് ആണ്. എയ്റ്റ് ഓഫ് സ്വാഡ് ആക്ച്വലി ഒരു പോസിറ്റീവ് കാർഡാണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം വെരി നെഗറ്റീവ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ്. ഈ ഒരു പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്കൊരു ഫിയർഫുൾ എനർജി കാണുന്നുണ്ട്, പേടി, ഒരു സ്റ്റക്നെസ്, എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സ്റ്റക്കായി പോകുന്ന ഒരു എനർജിയാണ് ആക്ച്വലി നിങ്ങളുടെ കരിയറിൽ ഒരു ഒക്ടോബർ മന്തിൽ കാണാൻ സാധിക്കുന്നത്.
അതായത് ചില സാഹചര്യങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണം? എന്ത് ചൂസ് ചെയ്യണം? ചിലരൊക്കെ ജോലി ക്വിറ്റ് ചെയ്യണോ? വേണ്ടയോ? മുന്നോട്ട് പോണമോ? അതോ ഇനി എൻ്റെ ജോലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ? എന്തെങ്കിലും നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി കാരണം നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ അത് നിങ്ങളെ മെന്റലി വല്ലാണ്ട് അലട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പീരീഡിൽ. ഓക്കെ. സോ കരിയറിൽ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. സൂക്ഷിച്ച് ഓരോ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യേണ്ട ഒരു പീരീഡാണ്. കാരണം നിങ്ങളുടെ മെന്റലി നിങ്ങൾ ആകെ ഡിപ്രസ്ഡ് ആകാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ഈ ഒരു ഒക്ടോബർ മന്തിൽ. സോ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കി ശ്രദ്ധയോടെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്റ്റക്നെസ് വരാതെ നോക്കണം. ആങ്സൈറ്റി നിറഞ്ഞ ചില സിറ്റുവേഷൻസ്, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ബിവെയർ ഓഫ് സം സിറ്റുവേഷൻസ് ഇൻ യുവർ കരിയറിൽ നിങ്ങൾ ചില സിറ്റുവേഷൻസ് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ. നല്ലപോലെ ആലോചിച്ച് തീരുമാനങ്ങളും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നും ഒട്ടും ചിന്തിക്കാതെ എടുത്തു ചാടി ഒരു ഡിസിഷനും എടുക്കാതിരിക്കുക. പിന്നെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസും കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ സ്കോർപിയോ സോഡിയാക് സൈനിൻ്റെ പ്രഡിക്ഷൻ. ഹായ് സജിറ്റേറിയസ് സോഡിയാക് സൈൻ. സജിറ്റേറിയസ്, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ കരിയറിൽ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് സ്വാഡ് ആണ്. സോ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ മന്തിൽ ഒരുപാട് ലീഡർഷിപ്പ് റോളുകൾ വഹിക്കേണ്ട സിറ്റുവേഷൻസ് വരും. ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങളുടെ കരിയറിൽ ഒരുപാട് സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലീഡർഷിപ്പ് റോൾ. സോ ലീഡർ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും സ്ട്രാറ്റജി തയ്യാറാക്കുകയും അങ്ങനെ പ്രിപ്പയർ ചെയ്യുകയും മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഈ ഒരു ഒക്ടോബർ മന്തിൽ പിന്നെ മെയിനായിട്ടും ലോജിക്കലായിട്ട് ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തും. പിന്നെ പറയാനുള്ളത് ചിലരുമായിട്ട് ചില ബാഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് വെർബൽ ഫൈറ്റ്സിനൊക്കെ ചാൻസസ് ഉണ്ട്. വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ പഠിക്കുന്ന എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ചില മെൻ്റലി നിങ്ങൾ കുറച്ച് ഓവർ തിങ്കിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, മെയിനായിട്ടും എന്താ പറയുക, മെൻ്റലി കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു പീരീഡ് ആയിരിക്കും കരിയറിൽ. അത് ഒബ്വിയസ്ലി നിങ്ങളിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കേണ്ടി വരുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകും. നിങ്ങളുടെ കരിയറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെയിൽ ഫിഗറിലുള്ള ഏതെങ്കിലും ആളുമായിട്ട് ഒരു ഫൈറ്റിംഗ് സിറ്റുവേഷൻ വരാം. ചിലപ്പോൾ അത് നിങ്ങളുടെ ബോസ് ആകാം, HOD ആകാം. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ചില എന്താ പറയുക, റൂഡായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചലഞ്ചസും വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ സജിറ്റേറിയസ്, ഇതാണ് ഒക്ടോബർ മന്തിലെ നിങ്ങളുടെ കരിയർ പ്രഡിക്ഷൻ. അടുത്തതായിട്ട് കാപ്രിക്കോൺ സോഡിയാക് സൈനിൻ്റെ കരിയർ പ്രഡിക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ കാപ്രിക്കോൺ സോഡിയാക് സൈൻ, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ കരിയറിൽ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദ ലവേഴ്സ് ആണ്. ലവേഴ്സ് കാർഡ് വെരി പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. പക്ഷേ മെയിനായിട്ടും ഇതിൽ കരിയറിൽ പറയേണ്ടത്, കരിയർ ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിലൊരു പാർട്ട്ണർഷിപ്പ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് എന്ന വണ്ണം ഒരു വ്യക്തി കൂടെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ കൂടെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്റ്റഡീസിനാണെങ്കിലും നിങ്ങളുടെ കൂടെ ഒരു പാർട്ട്ണർ, കമ്പൈൻ സ്റ്റഡി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ടൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ബോസോ ആരെങ്കിലും നിങ്ങൾക്കൊരു സപ്പോർട്ടിനായിട്ടൊരു പാർട്ട്ണർഷിപ്പ്, 2 പേര് ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് ആക്ച്വലി ലവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ചിലർക്കൊക്കെ കരിയറിൽ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 2 ഓപ്ഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു മറ്റൊരു ചോയ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്കൊക്കെ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റികൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അതിലൊരു ഡിസിഷൻ എടുക്കാം, അങ്ങനെ ഒരു സാഹചര്യം വരും. മെയിനായിട്ട് എനിക്ക് ഈ പറഞ്ഞത് പാർട്ട്ണർഷിപ്പാണ്. ആക്ച്വലി ബിസിനസ് പാർട്ട്ണർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പറയുന്ന പോലെ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും കരിയറിൽ മെയിനായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽപ്പ്, ഒരു സപ്പോർട്ട് എന്ന വണ്ണം ഒരു വ്യക്തി കൂടെ ഉണ്ടാകും. നിങ്ങൾ ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്.
ഈവൻ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കരിയറിൽ വന്നാലും നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് നിന്ന് സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയും കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് എനർജിയാണ് ആക്ച്വലി എനിക്ക് മെയിനായിട്ട് നിങ്ങളുടെ കരിയറിൽ ഈ ഒരു ഒക്ടോബർ മന്തിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും മറ്റൊരു വ്യക്തിയും കൂടെ നിന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ അത്രേ ഉള്ളൂ. കാപ്രിക്കോൺ സോഡിയാക് സൈൻ നിങ്ങളുടെ ഒക്ടോബർ മന്തിലെ കരിയർ പ്രഡിക്ഷൻ. അടുത്ത റീഡിങ്ങിലേക്ക് പോകാം. ഹലോ അക്വേറിയസ്, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ കരിയറിൽ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ടവർ കാർഡാണ്. സോ ടവർ കാർഡ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആക്ച്വലി ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾക്കൊരു സോൾ ഷോക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. കാരണം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഷോക്കിംഗ് മൊമെൻറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പ്ലാൻസ്, നിങ്ങളുടെ പദ്ധതികൾ എന്താ പറയുക, താറുമാറാകുന്ന രീതിയിലൊരു കൊളാപ്സ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതിപ്പോൾ കരിയറിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാകാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ്, ഒരു വാർത്ത കേൾക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ. നിങ്ങളത് എന്താ പറയുക, നിങ്ങളതൊന്ന് ഷെയ്ക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. മെൻ്റലി ആണെങ്കിലും നിങ്ങൾ എന്താ പറയുക, മലയാളത്തിൽ പറയുകയാണെങ്കിൽ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ ഉള്ളിലുണ്ടാവുക. ഓക്കെ. സോ അത്തരം സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക സിറ്റുവേഷൻസ്. അപ്പോൾ അതാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ അത് തന്നെ ആവണമെന്നില്ല. ചിലർക്ക് ടവർ മൊമെൻ്റ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങളുടെ ദേഷ്യം, അൺകൺട്രോളബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ദേഷ്യം, അത് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലാകാം, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലാകാം, എവിടെ വേണമെങ്കിലാകാം, അത് നിങ്ങൾ അൺകൺട്രോളബിൾ ആയിട്ടുള്ള നിങ്ങളെ ദേഷ്യം പൊട്ടിപ്പുറപ്പെടുന്ന ആ ഒരു എനർജിയും ആകാം ഈ ഒരു ടവർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള നിങ്ങളാകെ മാനസികമായിട്ട് അങ്ങ് തകർന്നു പോകുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ സിറ്റുവേഷൻ മാക്സിമം പിടിച്ച് നിൽക്കുക, ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ അക്വേറിയസ് സോഡിയാക് സൈൻ നിങ്ങളുടെ കരിയറിൽ ഈ ഒരു ഒക്ടോബർ മന്തിൽ പേഷ്യൻസ് കൈവിടാതെ സെൽഫ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ അക്വേറിയസിൻ്റെ ഒക്ടോബർ മന്തിലെ കരിയർ പ്രഡിക്ഷൻ. നെക്സ്റ്റ് റീഡിങ്ങിലേക്ക് പോകാം. പിസസ് സോഡിയാക് സൈൻ. ഹലോ പിസസ് സോഡിയാക് സൈൻ, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിലെ കരിയറിൽ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് സ്വേർഡ് ആണ്. ആക്ച്വലി ഏസ് ഓഫ് സ്വേർഡ് എന്ന് ആക്ച്വലി കരിയർ, ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നിരിക്കാം. ഒന്നും ഒരു വ്യക്തത വരുന്നില്ല, ഒരു ക്ലാരിറ്റി വരുന്നില്ല. എന്താണ് സിറ്റുവേഷൻ, എങ്ങനെയായിത്തീരും, ഇതൊന്നും ക്ലാരിറ്റി കാണില്ല. ആകെ മൊത്തം ഡൗട്ടും കൺഫ്യൂസ്ഡും ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലും ഫൈനാൻസിലൊക്കെ നിങ്ങൾ കടന്നു പോകുന്നത്. ആ ഒരു സിറ്റുവേഷനിലൊരു മാറ്റം വരികയാണ്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് സിറ്റുവേഷൻസിൽ ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആകുന്നുണ്ട്. ആക്ച്വലി ചിലപ്പോൾ ഈ ഒരു ക്ലാരിറ്റി കിട്ടുന്ന കാര്യം നിങ്ങളെ ആകെ ഒന്ന് ഷെയ്ക്ക് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്രൂത്ത് ആയിരിക്കും റിവീൽ ആകുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് യാതൊന്നും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സത്യം പുറത്തു വരുന്നതായിട്ടാണ് കാണുന്നത്. അത് കരിയർ ആകാം, ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളാകാം. എന്തോ ഒരു സത്യം, ഒരു ട്രൂത്ത് പുറത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യങ്ങൾ ഇപ്പോഴാണ് വ്യക്തമായത് എന്നുള്ള കാര്യതലത്തിലേക്ക് നിങ്ങളുടെ കരിയറിൽ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ചിലപ്പോൾ അത് ഒരു പ്രൊമോഷൻ ആകാം, നിങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുന്നതാകാം. ഇതുവരെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുന്നതാകാം. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ റിസൾട്ട് ക്ലാരിറ്റി കിട്ടും, നിങ്ങളുടെ മാർക്സ് അറിയാൻ സാധിക്കും. അങ്ങനെയുള്ള ക്ലാരിറ്റി ആകാം. അപ്പോൾ എന്ത് വേണമെങ്കിലും ആകാം ഈ സംഭവം. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ആരെങ്കിലും നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു വ്യക്തത ഇല്ലാത്ത സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഒരു വ്യക്തത വരുന്നതായിട്ട് കാണുന്നുണ്ട് പിസസ് നിങ്ങളുടെ കരിയർ. ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ചില എന്താ പറയുക യാഥാർത്ഥ്യങ്ങൾ, ചില സത്യങ്ങൾ പുറത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഈവൻ ആരെങ്കിലും നിങ്ങൾ ചീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും
അതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം പുറത്തു വരുന്നു. അങ്ങനെ ഒരു എനർജിയാണ് ആക്ച്വലി നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ കരിയർ, ഫൈനാൻസ് പരമുള്ള കാര്യങ്ങളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. സോ അത്രേ ഉള്ളൂ പീസസ് സോഡിയാക് സൈൻ നിങ്ങളുടെ ഒക്ടോബർ മന്തിലെ കരിയർ പ്രഡിക്ഷൻ. ഓക്കെ. താങ്ക് യു.